ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഞാൻ വീണ്ടും വന്നിരിക്കുന്നത് വേറൊരു ടോപ്പിക് ആയിട്ടാ. വേറൊരു ടോപ്പിക് അല്ല, മുന്നിട്ട വീഡിയോ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് തന്നെ ഒരു ടോപ്പിക് ആയിട്ടാണ് കേട്ടോ വന്നേക്കുന്നത്. അപ്പൊ ആരെങ്കിലും എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്ന് വെച്ചാൽ എന്റെ പേര് മനീഷ. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനേ ലാസ്റ്റത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കും PCOD ഉണ്ടായിരുന്നു. അപ്പൊ ഇത്രയൊക്കെ ഞാൻ പറഞ്ഞ സ്ഥിതിക്ക് അങ്ങനെ ഒരു ജേണി കൂടി ഞാൻ പോയിട്ടുണ്ട്. അതും കൂടി ഷെയർ ചെയ്യണമെന്ന് തോന്നി. എന്താ വെച്ചാൽ ഒന്ന് രണ്ട് പേര് എന്റെ അടുത്ത് ചോദിച്ചു, പ്രഗ്നന്റ് ആവണേക്കാട്ട് മുന്നേ എത്ര വെയിറ്റ് ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ ചോദിച്ചപ്പോ എനിക്ക് പറയണമെന്ന്, എനിക്ക് അങ്ങനെ സ്ഥിരമായിട്ടൊരു വെയിറ്റ് അല്ലായിരുന്നു. ഞാൻ കല്യാണം കഴിയുന്നതായിട്ട് മുന്നേ ഭയങ്കര സ്ലിം ആയിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് ട്രീറ്റ്മെന്റിന്റെ ഭാഗമൊക്കെ ആയിട്ട് നല്ല വണ്ണം വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അത് കുറച്ചു, പിന്നെയും കൂടി, പിന്നെ പ്രഗ്നന്റ് ആവണേക്കാട്ട് മുന്നേ വീണ്ടും കുറഞ്ഞു. അങ്ങനെ 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 ഇപ്പൊ രണ്ട് പ്രഗ്നൻസിയിലും, പ്രഗ്നന്റ് ആവുന്ന ടൈമിൽ വേറെ വെയിറ്റ് ചെയ്തു, പ്രഗ്നന്റ് കഴിഞ്ഞപ്പോ രണ്ട് പ്രഗ്നൻസിയിൽ രണ്ട് തരത്തിലായിരുന്നു ഞാൻ. അപ്പൊ അതൊക്കെ ഒന്ന് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചുട്ടാ. പിന്നെ എനിക്ക് ഈ മൊത്തത്തില് കഥയൊക്കെ പറയാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാ. അപ്പൊ ഞാൻ എന്റെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങൾ തന്നെ ഒരു കഥ പോലെ എന്നല്ല, അതെന്റെ ജീവിതത്തിൽ നടന്ന കാര്യ. അതായത് വലിയ സംഭവം എന്നല്ല കേട്ടാ ഞാൻ പറയുന്നത്. ഈ വെയിറ്റ് ലോസ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പല രീതിയിൽ വണ്ണം വെച്ചിട്ടുണ്ടാവാം. എനിക്ക് പ്രഗ്നൻസി കഴിഞ്ഞപ്പോന്ന് വെച്ചാൽ, സെക്കൻഡ് പ്രഗ്നൻസി കഴിഞ്ഞപ്പോന്ന് വെച്ചാൽ ഞാൻ ഫുഡ് കഴിച്ചിട്ടുള്ള വണ്ണായിരുന്നു. ഫസ്റ്റ് പ്രഗ്നൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തിട്ടായതുകൊണ്ട് അതിന്റെ വണ്ണം ഉണ്ടായിരുന്നു, ഫുഡ് അടിച്ചതിന്റെ വണ്ണം ഉണ്ടായിരുന്നു. അപ്പൊ പലരും പലതരത്തിലായിരിക്കും വണ്ണം വെക്കുക. എല്ലാവരും ഫുഡ് കഴിച്ചിട്ടോ വർക്കൗട്ട് ചെയ്യാണ്ടോന്നല്ലല്ലോ. അപ്പൊ ഞാനും അങ്ങനെ രണ്ട് മൂന്ന് സ്റ്റേജിൽ കൂടെ കടന്നു പോയിട്ടുണ്ട് ഈ വണ്ണം വെച്ചേക്കുന്നത്. അപ്പൊ ഓരോ സമയത്ത് ഓരോ തരത്തിലാണ് ഞാൻ വണ്ണം കുറച്ചത്. വർക്കൗട്ട് ചെയ്തതായാലും ഫുഡ് കഴിച്ചതായാലും ഓരോ തരത്തിലാണ്. അപ്പൊ അതും കൂടെ ഷെയർ ചെയ്താൽ എന്റെ ഈ ടോപ്പിക് കംപ്ലീറ്റ് ആവുള്ളൂ എന്ന് തോന്നി. അപ്പൊ അതും കൂടി ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വന്നേക്കുന്നത്. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ ടോപ്പിക്കിലേക്ക്. അപ്പൊ ഞാൻ പറയാൻ ഉദ്ദേശിച്ച്, ഞാൻ പറഞ്ഞില്ലേ എനിക്കും PCOD ഉണ്ടായിരുന്നു. ഈ PCOD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണോ, എന്തോ വലിയ അസുഖമാണെന്നൊക്കെയാണ് കേട്ടപ്പോ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആദ്യം തൊട്ട് പറയുകയാണെങ്കിൽ, ഞാൻ ഫസ്റ്റ് പീരിയഡ്സ് ആയത് എനിക്ക് 13 വയസ്സുള്ളപ്പോഴാണ്. അന്ന് തൊട്ട് എന്റെ മാരേജ് 20 വയസ്സായപ്പോഴായിരുന്നു. അതുവരെ എന്റെ മാരേജ് കഴിഞ്ഞിട്ടും എനിക്ക് ഒരു മാസം പോലും എന്റെ പീരിയഡ്സ് കറക്റ്റ് ആയിട്ട് വന്നിട്ടില്ല. ചിലപ്പോ ഈ മാസമായ പിറ്റത്തെ മാസം ആവില്ല, അങ്ങനെയാണ്. അപ്പൊ എനിക്ക് എന്റെ ഡേറ്റ് എന്നാന്നാ എപ്പോഴാവുന്ന ഒന്നും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അന്ന് ഞാൻ വിചാരിച്ചത് എന്താ വെച്ചാൽ, ഞാൻ ഭയങ്കര സ്ലിം ആയിരുന്നു. അപ്പൊ അത് കാരണം കൊണ്ടായിരിക്കും, വണ്ണം കുറവൊക്കെ കാരണം, ഹെൽത്തി അല്ലാത്തോണ്ടായിരിക്കും ഇങ്ങനെ. പിന്നെ എന്റെ ഫ്രണ്ട് സർക്കിളിൽ കുറച്ചു പേർക്കൊക്കെ ഇങ്ങനെ തന്നെയാ. അപ്പൊ അത് വലിയ പ്രശ്നമായിട്ട് ഞാൻ അന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇത് വലിയ പ്രശ്നമാണെന്ന് തോന്നിയത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ, മാരേജ് ഒക്കെ കഴിഞ്ഞപ്പോ നമ്മൾ പ്രഗ്നന്റ് ആവണം എന്നൊക്കെ പ്ലാൻ ചെയ്തപ്പോഴാണ് എന്റെ പീരിയഡ്സ് കറക്റ്റ് അല്ല എന്നുള്ളത് വലിയൊരു പ്രശ്നമാണെന്ന് ഞാൻ മനസ്സിലാക്കി. അപ്പോ നമ്മള് മാരേജ് കഴിഞ്ഞ് ഒരു വർഷമൊക്കെ കഴിഞ്ഞപ്പോ കുട്ടികളാവാന്നുള്ള പ്ലാനിലേക്ക് ആയപ്പോ ആദ്യം തന്നെ ഈ പീരിയഡ്സ് കറക്റ്റ് ആവാൻ ഡോക്ടറിനെ കാണിക്കാന്ന് വെച്ചാൽ. അപ്പൊ ഞാൻ വിചാരിച്ചത് പീരിയഡ്സ് കറക്റ്റ് ആയ പ്രഗ്നന്റ് ആവും, എനിക്കത് മാത്രമാണ് കുഴപ്പം, അതുകൊണ്ടാണ് ആവാത്തത് എന്നായിരിക്കും ഞാൻ വിചാരിച്ചിട്ട് നമ്മൾ പീരിയഡ്സ് കറക്റ്റ് ആവാൻ വേണ്ടിട്ട് ഒരു ഹോസ്പിറ്റലിലേക്ക് പോയി. അപ്പൊ അവിടെ പറഞ്ഞു ഇങ്ങനെ പീരിയഡ്സ് കറക്റ്റ് അല്ല. അപ്പൊ അവര് ആദ്യമായിട്ടായത് എല്ലാ മാസം എങ്ങനെയാ, അവർ കഴിഞ്ഞ മാസം എപ്പോഴായി, അതിന്റെ മുന്നത്തെ മാസം എപ്പോഴായി. അപ്പൊ എനിക്ക് ചിലപ്പോ ഒരു മാസമായ പിറ്റത്തെ മാസം ആവാറില്ല. അപ്പൊ അങ്ങനത്തെ കാരണങ്ങളൊക്കെ പറഞ്ഞ് അവര് പീരിയഡ്സ് ആവാൻ വേണ്ടിട്ട് മരുന്ന് തന്നു. അപ്പൊ ഞാൻ പറഞ്ഞില്ല, ഞാൻ മാരേജിന് മുന്നേ ഒട്ടും വണ്ണം ഉണ്ടായിരുന്നില്ല. മാരേജ് കഴിഞ്ഞതിന് ശേഷം കുറച്ചൊക്കെ ഇങ്ങനെ വണ്ണം വെച്ച് തുടങ്ങിട്ടോ. വണ്ണം വെക്കാന്ന് വെച്ചാൽ വണ്ണം വെക്കല്ല, വയറ് ചാടി തുടങ്ങി, വയറ് ഇങ്ങനെ ബിൽഡായി തുടങ്ങി. അപ്പൊ ചില മാസമൊക്കെ ഞാൻ തന്നെ വിചാരിക്കും, പ്രഗ്നന്റ് ആവോ, വയറൊക്കെ വീർത്തിട്ടുണ്ടല്ലോ, പ്രഗ്നൻസി ആണോ, അല്ലെങ്കിൽ എന്നെ കണ്ട ആരെങ്കിലൊക്കെ ചോദിക്കും പ്രഗ്നന്റ് ആണോ എന്ന്. അപ്പം വണ്ണം വെക്കല്ല, വയറ് നന്നായി ചാടി തുടങ്ങി. അപ്പൊ അങ്ങനെ ഡോക്ടറിനെ കണ്ടു, പീരിയഡ്സ് ആവാനുള്ള മരുന്നൊക്കെ തന്നു. എന്നിട്ട് പീരിയഡ്സ് ആവാനുള്ള മരുന്ന് തരുമ്പോ ആ മാസം പീരിയഡ്സ് ആവും, പിറ്റത്തെ മാസം വീണ്ടും ആവില്ല, അപ്പൊ വീണ്ടും പോയി കാണും. അങ്ങനെ ഒരു 5-6 മാസം, അപ്പൊ ഒരു 21-21.5 ആ വയസ്സിട്ട് ആ ടൈമില് കാണിച്ചു. അപ്പൊ പിന്നെ തോന്നി ഇനിയിപ്പോ നമുക്ക് പ്രഗ്നന്റ് ആവാനുള്ള ട്രീറ്റ്മെന്റ് തുടങ്ങുന്നു. കാരണം ചോദ്യങ്ങളൊക്കെ അപ്പൊ വന്ന് തുടങ്ങി എല്ലായിടത്തുനിന്നും, നമുക്ക് എന്താ അസുഖം എന്നൊക്കെ ചോദിച്ചു, എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിച്ചു തുടങ്ങിയപ്പോ എനിക്കെന്ന് വെച്ചാൽ പെട്ടെന്ന് ഫീല് വരുന്ന ആളാ. അപ്പൊ എനിക്ക് ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോ പേടിയായി തുടങ്ങി. കുട്ടികൾ ഉണ്ടാവില്ലേ, എല്ലാവരും എന്താ ഇങ്ങനെ പറയണ, ആർക്കാ കുഴപ്പം, അങ്ങനെയൊക്കെ ചോദിക്കും. അപ്പൊ നമ്മളാണെങ്കിൽ ഇതിന്റെ അന്ന് ഇങ്ങനെ ഗൂഗിളിൽ സെർച്ച് ചെയ്യല്, യൂട്യൂബിൽ സെർച്ച് ചെയ്യലൊന്നുമില്ല. ഇന്ന് എന്തെങ്കിലും പറഞ്ഞാൽ അപ്പൊ പോയി യൂട്യൂബിൽ സെർച്ച് ചെയ്ത് ഗൂഗിളിൽ നോക്കും, എന്നിട്ട് നമ്മൾ സ്വയം ഒരു സൊല്യൂഷൻ ഉണ്ടാക്കും, എന്നിട്ട് അത് പറയും ഇത് കാരണം കൊണ്ടാന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ അങ്ങനെയൊന്നും നോക്കലൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടാ. എന്നാൽ ഞാൻ അത്രയ്ക്ക് അങ്ങട് ഫോൺ അങ്ങനെ യൂസ് ചെയ്യുന്ന ആളായിരുന്നില്ല, അതുകൊണ്ടായിരിക്കും. എന്നിട്ട് പിന്നെ പ്രഗ്നന്റ് ആവാനുള്ള ട്രീറ്റ്മെന്റ്
സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ഇതേ ഹോസ്പിറ്റലിൽ തന്നെ പോയിട്ട് പ്രഗ്നന്റ് ആവാനുള്ള ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ അവർക്ക് അറിയാലോ എന്റെ പീരിയഡ്സ് കറക്റ്റ് അല്ല എന്നുള്ളത്. അപ്പൊ അവർ കറക്റ്റ് പീരിയഡ്സ് ആവാൻ വേണ്ടിയിട്ടുള്ള മരുന്ന് തരും, ഈ ഓവുലേഷൻ കറക്റ്റ് ആവാനുള്ള മരുന്ന് തരും. അപ്പൊ ട്രീറ്റ്മെന്റ് തുടങ്ങണായിട്ട് മുന്നേ എനിക്ക് കുറെ ടെസ്റ്റ് ആയിരുന്നു, കുറെ ടെസ്റ്റ് ഒക്കെ ചെയ്തു. രണ്ടുപേർക്കും കുഴപ്പമൊന്നുമില്ല, വേറെ പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഓരോ മാസം മരുന്ന് തരുമ്പോ ഓവുലേഷൻ ആവാനുള്ള മരുന്ന് തരും, പ്രഗ്നന്റ് ആവാനുള്ള മരുന്ന്, അങ്ങനെ അങ്ങനെ കുറെ ഗുളികകൾ തരും. എനിക്കും തരും, ഏട്ടന് 1-2 മരുന്ന് കൊടുക്കും. അപ്പൊ ഇത് കഴിക്കും. ആ മാസം നമ്മൾ ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കും ആവില്ല. പിറ്റത്തെ മാസം പീരിയഡ്സ് ആകുമ്പോൾ വീണ്ടും പോവും. അപ്പൊ പീരിയഡ്സ് ആയിട്ട് 1-ന്റെ 2-ന്റെ അന്നൊക്കെ ഇങ്ങനെ പീരിയഡ്സ് ആവാണെങ്കിൽ 2-ന്റെ അന്ന് വന്നോളോ, ഇല്ലാന്നുണ്ടെങ്കിൽ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തിട്ട് വന്നോളോ എന്ന് പറയും ഡോക്ടർ. അപ്പൊ പീരിയഡ്സ് ഒന്ന് തെറ്റുമ്പോ തന്നെ നമ്മൾ ഭയങ്കര പ്രതീക്ഷയിലായിരിക്കും. എങ്ങനെയെങ്കിലും 5-6 ദിവസമൊക്കെ കഴിച്ചു കൂട്ടും, വേഗം പ്രഗ്നൻസി ടെസ്റ്റ് വാങ്ങും, നോക്കും. അപ്പൊ നെഗറ്റീവ് കാണും, വിഷമാവും. അപ്പൊ പീരിയഡ്സ് ആവുന്നവരെ വെയിറ്റ് ചെയ്യും. എന്നിട്ട് കുറെ ദിവസം കഴിയുമ്പോ പീരിയഡ്സ് ആവും. പീരിയഡ്സ് ആവുമ്പോ 2-ന്റെ അന്ന് പോവും, വീണ്ടും തന്നെ റിപ്പീറ്റ് ചെയ്യും, മരുന്ന് തരും. അങ്ങനെ 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 ഒരു 5-6 മാസം ആ ഹോസ്പിറ്റലിൽ തള്ളി നിൽക്കും. ഒരു 10-22 വയസ്സൊക്കെ ആയി. അപ്പൊ അതായത് മാരേജ് കഴിഞ്ഞിട്ട് 2 വർഷമായി. അപ്പൊ പിന്നെ ചോദ്യങ്ങളൊക്കെ കൂടുമല്ലോ, 2 വർഷമായിട്ട് കുട്ടികളായില്ലേ, നമുക്കുള്ള പ്രഷർ കൂടി, ടെൻഷൻ കൂടി. എനിക്കാണ് കേട്ടോ ടെൻഷൻ കൂടില്ലേ. ഏട്ടപ്പോഴും അതാവും, ആ ടൈം ആവുമ്പോ ആവും. ഏട്ട അങ്ങനെ കൂളായിട്ടിരിക്കും. പക്ഷെ നമ്മള് കൂടുതൽ പെണ്ണുങ്ങളോട് ചോദിക്കുന്ന കാരണം കൊണ്ട് നമുക്കാണുള്ള ഈ ടെൻഷൻ മുഴുവൻ വരിക. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മള് വേറെ ആൾക്കാർ പറഞ്ഞ ആ ഹോസ്പിറ്റലിൽ നല്ലതാന്ന്, അപ്പൊ നമ്മൾ അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ മാറ്റി കാണിച്ചു. ഇതേ പ്രോസസ് തന്നെ അവിടെ. പിന്നെ അവിടെ 5-6 മാസം നോക്കി ഓക്കാണ്ടായപ്പോ അടുത്ത ഹോസ്പിറ്റലിൽ കാണിച്ചു. അപ്പൊ അവിടെ ഇതേ സെയിം പ്രൊസീജിയർ തന്നെ. അവിടെ കാണിച്ചപ്പോ ഇതേപോലെ തന്നെ പിന്നെ സ്കാനിങ് ഒക്കെ പറഞ്ഞു തുടങ്ങി. പീരിയഡ്സ് ആവുമ്പോ ഇത്ര ദിവസം കഴിയുമ്പോ സ്കാനിങ്, ഓവുലേഷൻ ആവുന്നുണ്ടോ എന്ന് അറിയാം, ഓവുലേഷൻ ആവാനുള്ള മരുന്ന്. അപ്പൊ ചിലപ്പോ 1 മാസം എന്റെ പീരിയഡ്സ് കറക്റ്റ് അല്ലാത്തതുകൊണ്ട് 1 മാസത്തിൽ 2-3 പ്രാവശ്യമൊക്കെ പോണ്ടി വരും ഈ സ്കാനിങ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ 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 1 മാസമൊക്കെ പെട്ടെന്ന് കടന്നു പോകും. കാരണം ഈ ഡോക്ടറിനെ കാണൽ തന്നെയാണല്ലോ മെയിൻ പരിപാടി. അങ്ങനെ കുറെ നടന്ന് ആവാടെ. അപ്പൊ ഈ മരുന്നൊക്കെ തരുമ്പോ ഏട്ടെങ്ങനെ ചോദിക്കും ഡോക്ടറോട്, അപ്പൊ എന്താണ് ഞങ്ങൾക്ക് പ്രശ്നം, അപ്പൊ എന്തിനാണ് ഈ മരുന്ന്? അപ്പൊ വേറെ കുഴപ്പമൊന്നുമില്ല, എനിക്ക് പീരിയഡ്സ് കറക്റ്റ് അല്ല, അപ്പൊ ഓവുലേഷൻ കറക്റ്റ് ആവുന്നില്ല, അതിന്റെ പ്രശ്നമാണ് എന്നൊക്കെ പറയും. അപ്പൊ നമ്മൾ ഈ മരുന്ന് കഴിക്കും. അങ്ങനെ ലാസ്റ്റ് ഒരു ദിവസം പോയപ്പോ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു, എന്തായാലും നോർമൽ ആയിട്ട് ഈ കുട്ടിക്ക് പ്രഗ്നന്റ് ആവില്ല, നമുക്ക് IUI IVF അങ്ങനത്തെ ട്രീറ്റ്മെന്റിനെ പറ്റിയിട്ട് നോക്കാന്നാണ്. പെട്ടെന്ന് ഞാൻ കേട്ടപ്പോ ഭയങ്കര ഷോക്ക് എന്ന് വെച്ചാൽ ഭയങ്കര സങ്കടം വന്നു, കരച്ചിൽ വന്നു. ഞാൻ ഏട്ടന്റെ കയ്യിൽ ഇങ്ങനെ മുറുക്ക പിടിച്ചിരിക്കുന്നത്. എനിക്ക് IVF IUI അതൊന്നും അതിനെ പറ്റിയൊന്നും അങ്ങനെ ചിന്തിച്ചിട്ട് പോലുമില്ല. ഇങ്ങനെ ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടി വരും തന്നെ ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. അതിന്റെ ഇടയിൽ കൂടെ ഈ IVF IUI ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോ എനിക്ക് ടെൻഷൻ എന്ന് പറയുന്നത് തല കറങ്ങി വീഴാത്തത് ഭാഗ്യം. ഞാൻ പറഞ്ഞില്ല, ഈ സമയമൊക്കെ ആകുമ്പോഴേക്കും ഞാൻ ഇങ്ങനെ വണ്ണല്ല, വയറിങ്ങനെ ചാടി നല്ല വയറായിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ 2 പേരും കൂടി തീരുമാനിച്ചിട്ട് ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോ നിങ്ങളുടെ തീരുമാനം പറയുന്നുണ്ട്. അപ്പൊ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി ഞാൻ ഭയങ്കര സങ്കടപ്പെട്ടിട്ട് ഞാൻ ഏട്ടനോട് പറഞ്ഞു, എന്ത് ചെയ്തിട്ടാണ് വേണ്ടില്ല, എനിക്കൊരു കുട്ടി ഉണ്ടായാൽ മതി. അപ്പൊ ഏട്ടനോട് നീ വെയിറ്റ് ചെയ്യ്, ഇത്രയല്ലേ ആയിട്ടുള്ളൂ. അപ്പൊ 10-23 വയസ്സൊക്കെ ആവുന്നുള്ളൂ. പക്ഷെ മാരേജ് കഴിഞ്ഞിട്ട് 3 വർഷമായി. അങ്ങനെയാണല്ലോ നമ്മുടെ മൈൻഡില്. അപ്പൊ ഏട്ടൻ വെയിറ്റ് ചെയ്യും, നമുക്ക് നോക്കാം, തിരക്കിട്ടിട്ടൊന്നും ചെയ്യണ്ട, വെയിറ്റ് ചെയ്ത് വിഷമിക്കാതിരിക്കുന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാനും വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, അമ്മയുടെ അടുത്ത് ഇങ്ങനെയൊക്കെ പറയണ്ട, ഇങ്ങനെ ചെയ്യേണ്ടി വന്ന എന്താ ചെയ്യാ. അപ്പൊ അമ്മയൊക്കെ പറഞ്ഞു, അങ്ങനെ ചെയ്യേണ്ടി വന്ന അങ്ങനെ ചെയ്യാം, നമുക്ക് വേഗം വിശേഷമായ പറയാം. അപ്പൊ എല്ലാവർക്കും വേഗം കുട്ടികൾ ഉണ്ടാവാ. അങ്ങനെയാണ്. ഇപ്പൊ അമ്മയ്ക്കായാലും IVF എന്താ അങ്ങനെ അറിയൊന്നുമില്ല. അപ്പൊ ഇതിന് ഇത്രയും ഇതുണ്ട് എന്നൊന്നും അറിയില്ല, വേഗം വിശേഷാവും. അപ്പൊ അമ്മയും പറഞ്ഞു. അപ്പൊ ഞാനും അമ്മ ഉണ്ടല്ലോ, എന്തായാലും നോക്കാൻ ആളുണ്ട്, എന്തായാലും റെസ്റ്റ് വേണ്ടി വരുന്ന എനിക്കറിയാം, അതൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പം അങ്ങനെ ചെയ്യാന്നുള്ള മൈൻഡിൽ ഞാനും പറഞ്ഞു. അപ്പൊ ഏട്ടൻ പറയണ്ട് വെയിറ്റ് ചെയ്യുന്നു. അപ്പൊ ആ സമയത്ത് എന്റെ ഒരു കസിൻ ഉണ്ട്, എന്റെ ഫ്രണ്ടാണ്, ഒരു ചേച്ചി. ഞങ്ങള് തമ്മിൽ കോണ്ടാക്ട് ഉണ്ട്. അപ്പൊ ഞങ്ങള് തമ്മിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയണതിന്റെ ഇടയ്ക്ക് ആ ചേച്ചി ഇതേപോലെ പ്രഗ്നന്റ് ആവാൻ വേണ്ടിയിട്ട് ഒരു ഡോക്ടറിനെ കണ്ട് ട്രീറ്റ്മെന്റ് ചെയ്തിട്ടാണ് പ്രഗ്നന്റ് ആയത്. അതും ഹോമിയോ ആയിരുന്നു കേട്ടോ. അപ്പൊ ഇങ്ങനെ സംസാരിച്ചപ്പോ ചേച്ചിയോട് പറഞ്ഞപ്പോ ചേച്ചി എന്നോട് പറഞ്ഞു, ഞാൻ ഈ ഡോക്ടറിനെ കണ്ടിട്ട് പ്രഗ്നന്റ് ആയിരുന്നു, നീ ഒന്ന് പോയി നോക്ക് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഏട്ടന്റെ അടുത്ത് പറയാൻ എനിക്ക് മടിയുണ്ട്. കാരണം ഹോമിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏട്ടനും വലിയ വിശ്വാസമില്ല, എനിക്ക് ഒട്ടും വിശ്വാസമില്ല. അപ്പൊ അവസാനത്തെ ഗതികേടില് ഇതും കൂടി നോക്കാന്നുള്ള രീതിയിൽ ഞാൻ ഏട്ടനോട് പറഞ്ഞു, വീട്ടിൽ പറഞ്ഞു. അപ്പൊ എല്ലാരും പറഞ്ഞു, ഒന്ന് പോയി നോക്ക്, ഇതും കൂടി ഇത്രക്ക് നടന്നില്ല, അപ്പൊ ഇതും കൂടി ഒന്ന് പോയി നോക്ക് എന്ന് പറഞ്ഞിട്ട് ഞാനും ഏട്ടനും കൂടിയിട്ട് ആ ഡോക്ടറിനെ കാണാൻ വേണ്ടി പോയി. ഇതുവരെ ഉള്ളത് അതൊരു ഇതായിട്ട് പറഞ്ഞു. നമ്മുടെ ഇമ്പോർട്ടന്റ് കാര്യത്തിലേക്ക് കടക്കുന്നത് തന്നെയാണ് കേട്ടോ. ഡോക്ടറിനെ പോയി കണ്ടു. ഫസ്റ്റ് ഡേ
പോയി കണ്ടപ്പോ ഡോക്ടർ ഇങ്ങനെ നമ്മളിങ്ങനെ ഇത്രയും നല്ല ഗ്യാപ്പിലാണ് ഇട്ടിരിക്കുന്നത്. ഒരു മേശയുടെ അപ്പുറത്തും ഇപ്പുറത്തായിട്ടാണ് നമ്മൾ ഇരിക്കണേ. നമ്മുടെ കയ്യിൽ തൊട്ടിട്ടോ ശരീരത്തിൽ തൊട്ടോ അങ്ങനത്തെ ചികിത്സകളൊന്നും ഇല്ല ആൾക്ക്. ആളിങ്ങനെ ഇരുന്നിട്ട് സംസാരിച്ചു. അപ്പൊ നമ്മൾ നമ്മുടെ കാര്യം മുന്നേ ഉള്ള റിപ്പോർട്ടുകൾ, സ്കാനിങ് റിപ്പോർട്ട് അതൊക്കെ കൊണ്ടുപോയി ഡോക്ടർ അതൊന്നും നോക്കില്ല, സൈഡിലേക്ക് ഇങ്ങനെ വെച്ചു. എന്നിട്ട് നമ്മൾ കാര്യം പറഞ്ഞു, കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര വർഷം നമ്മുടെ ഏജ് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ ഇങ്ങനെ പറഞ്ഞിട്ട് ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു എന്നോട് കൈ ഇങ്ങനെ കാണിക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ കൈ ഇങ്ങനെ കാണിച്ചു കൊടുത്തു. അപ്പൊ ആ സമയത്തൊക്കെ എന്റെ കൈയിന്റെ ഇവിടെ ഭയങ്കര ബ്ലാക്ക് ഷെയ്ഡ്, ഇപ്പൊ ചെറുതായിട്ടുണ്ട്, പക്ഷെ അന്ന് വെച്ചാൽ ഭയങ്കര ബ്ലാക്ക് ഷെയ്ഡ് ആയിരുന്നു. ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാന്ന് എനിക്ക് അറിയണ്ടായിരുന്നു ഇവിടെ ബ്ലാക്ക് ഷെയ്ഡ് ഉണ്ട്. അപ്പൊ ഡോക്ടർ ഇങ്ങനെ കൈ നോക്കി, എന്നിട്ട് പിന്നിലേക്ക് തിരിഞ്ഞു നിന്നിട്ട് മുടി ഇങ്ങനെ ഫ്രണ്ടിലേക്ക് ഇടാൻ പറഞ്ഞു. അപ്പൊ ഈ ബാക്ക്, ഈ കഴുത്തിന്റെ ഏരിയ നോക്കിയിട്ട് ഡോക്ടർ പറഞ്ഞു PCOD ഉണ്ട് ഇയാൾക്ക് എന്ന് പറഞ്ഞു. പറഞ്ഞപ്പോ എന്റെ കണ്ണ് ഇങ്ങനെ തള്ളി. അപ്പൊ ഡോക്ടർ പറഞ്ഞു കണ്ണൊന്നും തള്ളണ്ട, അതൊക്കെ ഒരു നോർമൽ ഇതാണ്, എല്ലാവർക്കും ഉണ്ടാവുന്ന കാര്യം. അപ്പൊ ആദ്യം തന്നെ നമുക്ക് അത് ഉണ്ടോന്ന് ഉറപ്പിക്കാൻ വേണ്ടിട്ട് ഒരു സ്കാനിങ് ചെയ്യണം. പിന്നെ ഹസ്ബൻഡിന് ഒരു ടെസ്റ്റ് ചെയ്യണം, സെമൻ ടെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പൊ നേരെ നമ്മള് സ്കാനിങ് ചെയ്യാൻ പോയി. ഏട്ടന്റെ ടെസ്റ്റിന് കൊടുത്തു, എന്റെ സ്കാനിങ്ങിന് കൊടുത്ത് റിപ്പോർട്ട് വന്നപ്പോ അപ്പൊ തന്നെ റിപ്പോർട്ട് കിട്ടിയപ്പോ PCOD ഉണ്ട്. അപ്പോഴും എനിക്ക് PCOD എന്താന്ന്, ഇനി എന്തൊക്കെ ഉണ്ടാവും പോവാ. ഇത് PCOD എന്ന് പറയുമ്പോ എന്റെ മൈൻഡിൽ യൂട്രസിൽ എന്തോ മുഴയുണ്ട്. ഞാൻ എങ്ങനെയാണ് മനസ്സിലാക്കി വെച്ചത്, അന്ന് ഈ PCOD ഇതിന് PCOS അതിനെ പറ്റിയിട്ടൊന്നും വല്ലാണ്ട് ഗൂഗിൾ ചെയ്തും സെർച്ച് ചെയ്തൊന്നും നോക്കിയിട്ടില്ല, ആരും പറഞ്ഞു തന്നിട്ടില്ല, ആരോടും ചോദിച്ചിട്ടില്ല. ഇത്രയും ഡോക്ടർമാരെ കണ്ടിട്ട് ആരും നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല. അപ്പൊ എന്റെ മൈൻഡിൽ യൂട്രസിൽ എന്തോ ഒരു മുഴയുണ്ട്, അതാണുള്ള സ്കാനിങ് ചെയ്തിട്ട് ഇത് കണ്ടുപിടിച്ചതല്ല എന്നുള്ള ബ്ലഡ് ടെസ്റ്റിലൂടെ അല്ലേ കണ്ടുപിടിക്കുക. അങ്ങനെയൊക്കെയാണ് എന്റെ മൈൻഡിൽ. അപ്പൊ ഈ റിപ്പോർട്ട് കൊണ്ടിട്ട് പിന്നെ ഡോക്ടറുടെ അടുത്ത് ചെന്നപ്പോ ഡോക്ടർ പറഞ്ഞു PCOD അത് നോർമലാണ്, ഒരു ഹോർമോൺ ചേഞ്ച് ആണ്. അപ്പൊ നമുക്ക് നമ്മുടെ ഈ ലൈഫ് സ്റ്റൈലിലും നമ്മുടെ ഫുഡ് രീതിയിലൊക്കെ കുറച്ച് മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ നമുക്ക് പ്രഗ്നന്റ് ആവാൻ പറ്റും. PCOD മാറ്റാൻ പറ്റും എന്നല്ല ഡോക്ടർ പറഞ്ഞത്, പ്രഗ്നന്റ് ആവാൻ പറ്റും. അപ്പൊ ഞാൻ ഇത്രയൊക്കെ പറയാൻ കാരണം എന്താന്ന് വെച്ചാൽ ഇങ്ങനെയാണ് എനിക്ക് PCOD ഉണ്ട് എന്നുള്ളത് മനസ്സിലായത്. അപ്പോ ആ സമയത്ത് ഇനി ഞാൻ പറയാൻ പറഞ്ഞത് എന്റെ വെയിറ്റ് ചോദിച്ചൂല, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ആ സമയത്ത് ഞാൻ ഒരു 50-55 ആ ഒരു റേഞ്ചിൽ ഉണ്ടാവും വണ്ണം. വണ്ണം എന്ന് വെച്ചാൽ എന്നെ കണ്ടാ വണ്ണം തോന്നില്ലെങ്കിലും വയറൊക്കെ നന്നായി ചാടിയിട്ടുണ്ടായിരുന്നു. അപ്പോ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു, എനിക്കറിയില്ല ഇത് PCOD ഉള്ള കാരണം കൊണ്ടാണോ ഈ ഹോമിയോ മരുന്ന് കഴിക്കുന്ന കാരണം കൊണ്ടാണോ, ഡോക്ടർ ഞങ്ങളോട് ഒഴിവാക്കാൻ പറഞ്ഞ ഫുഡാണ് തൈര്, പാല്, ബ്രോയിലർ ചിക്കന്റെ എഗ്, ഈ 4 കഴിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. വേറെ ഒരു ഫുഡും ഒഴിവാക്കാൻ പറഞ്ഞിട്ടില്ല. പരമാവധി ഫിഷൊക്കെ നന്നായി കഴിക്കാൻ പറഞ്ഞു. ഫിഷ് കഴിക്കുമ്പോ ഫ്രൈ ചെയ്യാതെ കുക്ക് ചെയ്ത് കറിയാക്കിയിട്ട് കഴിക്കാൻ. അങ്ങനെ ഇത്രയാണ് ഫുഡിന്റെ കാര്യത്തിലും ആള് ശ്രദ്ധിക്കാൻ പറഞ്ഞത് കേട്ടോ. പിന്നെ എനിക്കപ്പൊ തോന്നി എനിക്ക് ഈ വയറ് കുറയ്ക്കണം, വണ്ണം കുറയ്ക്കണം എന്നൊക്കെ തോന്നിയിട്ട് ഞാൻ എന്റേതായ രീതിയിൽ എന്റെ ഫുഡൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തു. ഞാൻ പറഞ്ഞില്ല, ഇപ്പോഴും വെയിറ്റ് ലോസിൽ ഞാൻ എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള, നമുക്ക് ദോഷമൊന്നും വരാത്ത ഫുഡാണ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ആ ടൈമിലും ഞാൻ എന്റെ ഫുഡ് റൂട്ടീനിലൊക്കെ കുറച്ച് ചേഞ്ച് വരുത്തി. ഫസ്റ്റ് തന്നെ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് വർക്കൗട്ട് ചെയ്യാന്ന് അപ്പൊ തീരുമാനിക്കണത്. ഞാൻ വിചാരിച്ചു എന്തായാലും ഈ വയറ് കുറയ്ക്കണം, വണ്ണം കുറച്ച് കുറയ്ക്കണം എന്നൊക്കെ തോന്നി. ആ സമയത്ത് വെയിറ്റ് അങ്ങനെ ചെക്ക് ചെയ്യലൊന്നുമില്ല. എപ്പോഴും നമ്മൾ ഈ ഹോസ്പിറ്റലിലൊക്കെ ചെക്കപ്പിന് പോകുമ്പോഴാണ് വെയിറ്റ് ചെക്ക് ചെയ്യണത്. അപ്പൊ 55 കിലോ എന്നൊക്കെ കണ്ടപ്പോ ഞാൻ തന്നെ ഞെട്ടിപ്പോ. എന്താ വെച്ചാൽ ഞാൻ കല്യാണം കഴിയുന്ന സമയത്ത് 42-43 കിലോ കഷ്ടിയാ. 50 കിലോനാവാൻ വേണ്ടിട്ട് ഞാൻ നേന്ത്രപ്പഴം കഴിക്കും, ഡേറ്റ്സ് കഴിക്കും, അത് കഴിക്കും, എങ്ങനെ ശ്രമിച്ചിട്ടും 50 കിലോ ഞാൻ ആയിട്ടില്ല. കല്യാണത്തിന് മുന്നേ കഷ്ടിക്ക് ഒരു 45-46 വേണമെങ്കിൽ എത്തിയിട്ടുണ്ടാവും എന്ന് പറയാം. അത്ര എത്തിയിട്ടുണ്ടാവില്ല, എന്റെ ഓർമ്മയിൽ ഒരു 43 ഒക്കെ ഞാൻ 43-42 എത്തിയിട്ടുണ്ടാവുള്ളൂ. പിന്നെയാണ് ഇങ്ങനെ വണ്ണം വെച്ച് 50 കിലോ എന്നൊക്കെ ഇപ്പൊ ഞാൻ തന്നെ ഞെട്ടിപ്പോയി. 55 കിലോ എന്നാണ്. അപ്പൊ 50 കിലോനാ ഞാൻ ഇത്ര കഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്നാൽ 55 കിലോന്റെ വണ്ണം എനിക്ക് വന്നിട്ടുണ്ടാകും കുഴപ്പമില്ല, വണ്ണല്ല വന്നേക്കുന്നത്, വയറാണ് ചാടിയേക്കുന്നത്. അപ്പൊ ഇതെന്തായാലും കുറയ്ക്കുന്നത് വർക്കൗട്ട് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ ആ സമയത്ത് ഞാൻ ഏട്ടനെ ഒരുമിച്ചെന്ന് ഏട്ടന്റെ ജോലി സ്ഥലത്ത് അവിടെയാണ് താമസിക്കുന്നത്. അപ്പൊ ആ സമയത്ത് ഈ പറഞ്ഞ പോലെ യൂട്യൂബിലൊക്കെ നോക്കി തുടങ്ങി എന്തൊക്കെ ചെയ്യാം, എങ്ങനെയൊക്കെ ചെയ്യാന്നുള്ളത്. അപ്പൊ യൂട്യൂബിൽ ആ സമയത്ത് ഒരു ചാനൽ ഉണ്ടായിരുന്നു, ഖൈറു ജാസ്മിൻ എന്ന് പറഞ്ഞിട്ട്. ഈ പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ആണ് അതിൽ കൂടുതൽ. ഒരു എങ്ങനെ പ്രഗ്നന്റ് ആവാം, ഓവുലേഷൻ ടൈം എങ്ങനെ ട്രാക്ക് ചെയ്യാം, പീരിയഡ്സ് ആവാറായെന്ന് എങ്ങനെ മനസ്സിലാക്കാം, പ്രഗ്നൻസി സിംപ്റ്റം ആണോ എന്ന് എങ്ങനെ ആ ചാനലാണ് എങ്ങനെ കണ്ടിരുന്നത്. അപ്പൊ ആ ചാനലിൽ കണ്ടിട്ടാണ് വർക്കൗട്ട് ചെയ്യാന്നുള്ളത് ഞാൻ തീരുമാനിച്ചത്. അതിൽ പറയുന്നുണ്ട് PCOD ഉണ്ടെങ്കിൽ
പ്രഗ്നന്റ് ആവണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഒരു വർക്കൗട്ട് ചെയ്തിരിക്കണം, നമ്മുടെ വണ്ണം കുറയ്ക്കണം, വെയിറ്റ് കുറയ്ക്കണം. അങ്ങനെ അത് കണ്ടിട്ടാണ് ഞാൻ വർക്കൗട്ട് ചെയ്യാൻ തീരുമാനിച്ചത്. അന്ന് ആ ചാനലിൽ കണ്ടിട്ട് ഞാൻ ചെയ്തതാട്ടെ. ഇതിൽ എത്രത്തോളം ഇത് ഇതാണെന്നൊന്നും എനിക്കറിയില്ല. അപ്പൊ ആ സമയത്ത് ഏട്ടന് എനിക്ക് കുറച്ച് വർക്കൗട്ട് ഒക്കെ പറഞ്ഞു. ഇങ്ങനെ ജമ്പിങ് ജാക്സ് എന്നല്ല, വേറെ കുറച്ച് ഏട്ടൻ ചെയ്യുന്നതൊക്കെ ഇങ്ങനെ എനിക്ക് കുറച്ച് ഈസി ആയിട്ടുള്ള അത് ചെയ്യും. അത് കൂടാണ്ട് അതിലിങ്ങനെ പറഞ്ഞു 8 പോലെ നടക്കാന്നൊക്കെ. കുറച്ചധികം സ്ഥലമുള്ളടത്ത് നമ്മൾ 8 പോലെ ഇങ്ങനെ നടക്കാൻ, 8 എഴുതിയിട്ട് 8 പോലെ ഇങ്ങനെ നടക്കാൻ. കറണ്ട് പോയി. 8 പോലെ ഇങ്ങനെ നടക്കാൻ. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ വാട്ടർ ബോട്ടിൽസ് എടുത്തിട്ട് വെള്ളം നിറച്ചിട്ട് ഇങ്ങനെ വെക്കും. ഏകദേശം ഒരു 8 പോലെയല്ല, നമുക്ക് മനസ്സിലാവും. ഇങ്ങനെ ഇങ്ങനെ ഒരു ലൈൻ പോലെ വെച്ചിട്ട് ഈ വാട്ടർ ബോട്ടിൽ ഇങ്ങനെ ചുറ്റിട്ടിട്ട് 8 പോലെ നടക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നില്ല കേട്ടാ, ഈ ചെയ്ത വർക്കൗട്ടുകളായിരിക്കും എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ. പക്ഷെ എന്റെ വിശ്വാസമാണ് അത്. പിന്നെ ആ സമയത്ത് വെറുതെ ഇരിക്കല്ല, അപ്പൊ ഓരോന്നൊക്കെ ഇങ്ങനെ നോക്കലല്ലേ പണി. അപ്പൊ അത് ചെയ്യും. അതിന്റെ കൂടെ ഞാൻ എന്റെ ഫുഡില് വരുത്തിയ മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചോറ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കി. അന്ന് ഉച്ചയ്ക്കും വൈകുന്നേരം ചോറ് കഴിക്കില്ല. അന്നെന്ന് വെച്ചാൽ വെറുതെ ഇരിക്കില്ല. അപ്പൊ വിശപ്പ് തോന്നി അപ്പ ചോറ് എടുക്കൊന്നും, അതിനൊരു ലിമിറ്റും ഇല്ല. ഞാനേട്ടന് ഒരുമിച്ചിരുന്ന് കഴിക്കുമ്പോ അങ്ങനെ നല്ലോണം കഴിച്ചു പോകും. അപ്പൊ ചോറ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കി. ഈ വർക്കൗട്ട് പ്ലസ് സൈഡിൽ കൂടെ ഞാൻ ചോറ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കി. പിന്നെ ഡോക്ടർ പറഞ്ഞ പോലെ എഗ്, ബ്രോയിലർ എഗ് ഒഴിവാക്കി. മറ്റേ നാടൻ മുട്ടയില്ലേ, അത് കഴിക്കുന്നുണ്ടായിരുന്നു, അത് കഴിക്കും. തൈര് ഒഴിവാക്കി, മോര് ഒഴിവാക്കി. പക്ഷെ ആ സമയത്ത് എന്നോട് കുറെ പേര് പറയലുണ്ടായിരുന്നു തൈര് മോരൊക്കെ കഴിക്കണ്ടേ, അത് ശരീരത്തിന് വേണ്ടതില്ല. പക്ഷെ എനിക്കറിയില്ല, ഡോക്ടർ കഴിക്കണ്ടെന്ന് തോന്നുന്നു, അതുകൊണ്ട് കഴിക്കുന്നത്. അത് PCOD ഉള്ള കാരണം കൊണ്ടാണോ ഈ ഹോമിയോ മരുന്ന് കഴിക്കണതിന്റെ ഭാഗമായിട്ടാണോ എന്നൊന്നും എനിക്കറിയില്ല. ഞാനത് ഒഴിവാക്കി. ഡോക്ടർ പറഞ്ഞ പോലെ നമ്മൾ ചെയ്യാം. ഞാനും ഹസ്ബൻഡ് രണ്ടുപേരും കഴിക്കരുതെന്ന് കഴിക്കുന്നില്ല. അപ്പൊ എനിക്ക് തോന്നുന്നു അല്ല, തൈരും മോരും ഹസ്ബൻഡിനോട് കഴിക്കണ്ടെന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ. എന്നോട് എഗ് ഹസ്ബൻഡിനോടും കഴിക്കരുത്, എന്നോടും കഴിക്കരുത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബ്രോയിലർ ചിക്കനും അതിന്റെ എഗ്ഗും രണ്ടുപേരോടും കഴിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് പിന്നെ ഫുഡില് ഞാൻ വരുത്തിയ മാറ്റം എന്ന് വെച്ചാൽ ചോറ് ഒഴിവാക്കി. അപ്പോൾ ഈ സ്വീറ്റ്സ് ഒഴിവാക്കി, ബേക്കറി ഐറ്റംസ് ഒഴിവാക്കി, ചായ, കാപ്പി, ഇതിൽ പറഞ്ഞ പോലെ ഇതൊക്കെ ഒഴിവാക്കി. അതാ ഞാൻ പറയുന്നത്, ഇതൊക്കെ മുന്നേ ഒരു വട്ടം ചെയ്ത കാരണം എനിക്ക് ഇപ്പൊ അത് ഒഴിവാക്കാൻ നിൽക്കുന്നത് വലിയ ടാസ്ക് അല്ലായിരുന്നു. ഈ ഷുഗർ ഒഴിവാക്കുന്നത് മാത്രമേ എനിക്ക് വലിയ ബുദ്ധിമുട്ട്. അതായത് ഈ പ്രഗ്നൻസി ടൈമിൽ നല്ലോണം മധുരം കഴിക്കുന്ന കാരണം കൊണ്ട് പെട്ടെന്ന് അത് ഒഴിവാക്കാന്ന് പറയുമ്പോഴുള്ള ബുദ്ധിമുട്ട്. അന്ന് വെച്ചാൽ പ്രഗ്നന്റ് ആവാൻ വേണ്ടിയിട്ടല്ല, നമ്മൾ എന്ത് വേണമെങ്കിലും ചെയ്യും, എന്ത് ഒഴിവാക്കാനും നമ്മൾ തയ്യാറാ, എത്ര വേദന സഹിക്കാനും തയ്യാറാന്നുള്ള മൈൻഡിലല്ല. അപ്പൊ ഇതൊക്കെ ഒഴിവാക്കി. അപ്പൊ ഞാൻ എങ്ങനെ കഴിച്ചായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റിന് കൂവയില്ലേ, നമ്മുടെ കൂവ കുറുക്കിയിട്ട് കഴിക്കും. അല്ലാന്നുണ്ടെങ്കിൽ റാഗി കുറുക്കിയിട്ട് കഴിക്കും. എന്താന്ന് വെച്ചാൽ ശരീരം തണുക്കാൻ നല്ലതാന്ന് ഓരോരുത്തർ പറഞ്ഞ അറിവില് ചെയ്യണതാണ് കേട്ടോ. ഇതുകൊണ്ട് PCODന് ഇത് എത്രമാത്രം ഹെൽപ്പ് ചെയ്യും എന്നൊന്നും എനിക്ക് സയന്റിഫിക്കലി എനിക്കറിയില്ല. പക്ഷെ എനിക്ക് വന്ന മാറ്റങ്ങൾ വെച്ചിട്ട് ഞാൻ പറയണ്ട. കാലത്തൊന്നും കൂവ കുറുക്കിയത് അല്ലെങ്കിൽ റാഗി കുറുക്കിയത് അങ്ങനെ എന്തെങ്കിലും കഴിക്കും. ഉച്ചക്ക് കാലത്തെ ഏറ്റിന് വേണ്ടിയിട്ട് ദോശ, ഇഡ്ഡലി അങ്ങനെ എന്തെങ്കിലും പലഹാരം ഉണ്ടാക്കിയിട്ട് അത് ഉച്ചക്ക് കഴിക്കും. വൈകുന്നേരം സാലഡ് കഴിക്കും, ഫ്രൂട്ട്സ് കഴിക്കും. ഇത് മാത്രം, കുക്കുംബർ, ക്യാരറ്റ് പ്ലസ് അതിന്റെ കൂടെ എന്തെങ്കിലും ഫ്രൂട്ട്സ് കഴിക്കും. ഈ ഇടനേരത്തുള്ള ബേക്കറി കഴിക്കലും, പുറത്തുനിന്നുള്ള ഫുഡ്, കൂൾ ഡ്രിങ്ക്സ്, ലേസ്, അങ്ങനത്തെ കുറെ പാക്കറ്റ് ഐറ്റംസ് ഉണ്ടല്ലോ നമ്മൾ വെറുതെ അതൊക്കെ കംപ്ലീറ്റ്ലി ഒഴിവാക്കി. അതൊക്കെ ഒഴിവാക്കി ഏകദേശം ഞങ്ങൾ ട്രീറ്റ്മെന്റ് തുടങ്ങണത് ഒരു ഒക്ടോബറിലാണ് ഡോക്ടറെ കണ്ടിട്ട് ട്രീറ്റ്മെന്റ് തുടങ്ങണം. ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ചിലാണ് ഞാൻ പ്രഗ്നന്റ് ആവണത്. 5-6 മാസം ആകുമ്പോൾ ഞാൻ പ്രഗ്നന്റ്. ഏപ്രിലാണ് പ്രഗ്നന്റ് ആണ് എന്നുള്ളത് ഞാൻ അറിഞ്ഞത്. അപ്പോ അതുവരെ കംപ്ലീറ്റ്ലി എന്റെ ഫുഡ് റുട്ടീൻ ഇങ്ങനെയായിരുന്നു കേട്ടാ. അന്ന് ഒട്ടും പുറത്തുനിന്ന് കഴിക്കാറില്ല എന്ന് ഞാൻ പറയുന്നില്ല. കാരണം പുറത്തേക്കൊക്കെ പോകും, കുറെ ഫംഗ്ഷനൊക്കെ പോകുമ്പോ കഴിച്ചേ പറ്റുള്ളൂ എന്നുള്ള അവസ്ഥ വരുമ്പോ കഴിക്കും. എന്നാലും പരമാവധി വലിച്ചു വാരിയിട്ടുള്ള കഴിക്കൽ, പുറത്തുനിന്ന് കഴിക്കുകയാണെങ്കിൽ ലൈറ്റ് ആയിട്ട് കഴിച്ചു തുടങ്ങി. പിന്നെ എന്ത് കഴിക്കുമ്പോൾ കുക്കുംബറും ക്യാരറ്റും കൂടെ കഴിക്കാതെ പരമാവധി സാലഡും ഫ്രൂട്ട്സും പരമാവധി കഴിക്കാൻ ശ്രദ്ധിച്ചു തുടങ്ങി. 2 നേരം 3 നേരമൊക്കെ ആയിട്ട്. പിന്നെ ഇടനേരത്ത് കഴിക്കാൻ തോന്നുന്ന പോലെ ആപ്പിളോ പഴമൊക്കെ കഴിച്ചു തുടങ്ങി. അന്ന് വെയിറ്റ് ലോസ് എന്നുള്ളതിനെക്കാട്ടും ഉപരി എന്റെ മൈൻഡില് PCOD മാറ്റണം, പ്രഗ്നന്റ് ആവണം. അപ്പൊ വണ്ണം വെക്കുന്ന ഫുഡാണോ എന്നൊന്നും നോട്ടില്ല. നേന്ത്രപ്പഴമൊക്കെ കഴിച്ചായിരുന്നു. നേന്ത്രപ്പഴം കഴിച്ചാൽ വണ്ണം വെക്കുന്നൊക്കെ പറയുന്നിട്ടുണ്ട്. അന്ന് ഞാൻ നേന്ത്രപ്പഴമൊക്കെ കഴിച്ചായിരുന്നു. വണ്ണം വെക്കുന്നത് എനിക്കതൊരു പ്രശ്നമേ ഉണ്ടായിരുന്നില്ല. ഇതായിരുന്നു എന്റെ ടാർഗറ്റ്, പ്രഗ്നന്റ് ആവാന്നുള്ളതും PCOD മാറ്റുക എന്നുള്ളതും. അപ്പോഴും പക്ഷെ എന്റെ പീരിയഡ്സ് കറക്റ്റ് ആയിരുന്നില്ല കേട്ടോ. പീരിയഡ്സ് ഈ പറഞ്ഞല്ലോ, ഒരു മാസമാവും, പിറ്റത്തെ മാസം ആവില്ല, ചിലപ്പോ പിറ്റത്തെ മാസം ആവാ. അപ്പൊ ഞാൻ മുന്നത്തെ വീഡിയോയില് പറഞ്ഞ ഒരു സ്റ്റേജിൽ ഇതേപോലെ നമ്മൾ പ്രഗ്നന്റ് ആവുന്ന ഭയങ്കര പ്രതീക്ഷിച്ചിരുന്നിട്ട് പ്രഗ്നൻസി ടെസ്റ്റ് ഒക്കെ ചെയ്തപ്പോ
നെഗറ്റീവ് കണ്ടപ്പം പീരിയഡ്സ് ആവുന്നില്ല. അപ്പൊ ഞാൻ ഡോക്ടറിനെ വിളിച്ചിട്ട് ചോദിച്ചു, ഡോക്ടർ ഇത്രക്ക് ഞാൻ മരുന്ന് കഴിച്ചില്ല, അപ്പൊ എന്റെ PCOD മാറിയിട്ടുണ്ടാവില്ല, പിന്നെ ഞാൻ എന്താ പ്രഗ്നന്റ് ആവാത്തേന്ന് വെച്ചപ്പോ ഡോക്ടർ എന്നോട് പറഞ്ഞു, PCOD മാറാനുള്ള ട്രീറ്റ്മെന്റ് അല്ല ഞാൻ ചെയ്യണത്, PCOD അങ്ങനെ മാറൊന്നുമില്ല. PCOD മാറുന്ന ആരാ പറഞ്ഞ? കുറച്ചിങ്ങനെ ദേഷ്യത്തിൽ സംസാരിക്കുന്ന പോലെ ഡോക്ടർ സംസാരിക്കാം, പക്ഷെ നമുക്കത് ആ ടൈമിലേക്ക് ഭയങ്കര സമാധാനമാണ്. PCOD മാറുന്ന ആരാ പറഞ്ഞ? ഈ PCOD ഉള്ളപ്പോ തന്നെ പ്രഗ്നന്റ് ആവും, താൻ പ്രഗ്നന്റ്. അങ്ങനെ 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 വെയിറ്റ് ചെയ്തിട്ട് ഞാൻ പ്രഗ്നന്റ് ആയി. ഞാൻ വന്നില്ല, 5-6 മാസം കഴിഞ്ഞപ്പോ അങ്ങനെ പ്രഗ്നൻസി ടെസ്റ്റ് ഞങ്ങക്ക് പോസിറ്റീവായി. അതും പീരിയഡ്സ് ഒക്കെ തെറ്റി ഫെബ്രുവരി 8-നായ ഞാന് മാർച്ച് കഴിഞ്ഞ് ഏപ്രിൽ 1, ഏപ്രിൽ ഫൂളിന്റെ അന്നാണ് ടെസ്റ്റിന്. ഇതിന്റെ ഇടയ്ക്ക് ഒരു വട്ടം ടെസ്റ്റ് ചെയ്തപ്പോഴും നെഗറ്റീവ് ആയിരുന്നു. എന്റെ ലാസ്റ്റ് പീരിയഡ്സ് വന്നിട്ട് ഫെബ്രുവരി 8. അപ്പൊ നമ്മൾ എന്തായാലും മാർച്ച് 8-ന് ടെസ്റ്റ് ചെയ്യുമല്ലോ. മാർച്ച് 8 ആവാണ്ടാവുമ്പോ നമ്മൾ ടെസ്റ്റ് ചെയ്യുമല്ലോ. ഒരു 5-10 ദിവസം കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്തിട്ട് നെഗറ്റീവ്. അത് കഴിഞ്ഞ് ഏപ്രിൽ ഫൂളിന്റെ അന്നാണ് നമ്മൾ ഏപ്രിൽ 1-ാം തീയതി ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോഴാണ് ചെറിയൊരു ലൈൻ കാണിക്കുന്നത്. അതായത് അത്രയും നാള് കഴിഞ്ഞിട്ടാണ് ഈ പ്രഗ്നൻസി ടെസ്റ്റിൽ തന്നെ പോസിറ്റീവ് ആവണത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ ഞാനത് ഡോക്ടറെ കാണുമ്പോ ഡോക്ടർ പറഞ്ഞു, എനിക്ക് ഈ PCOD ഉള്ള കാരണം കൊണ്ട് എന്റെ ഓവുലേഷൻ ഒന്നും കറക്റ്റ് ആവാത്തതുകൊണ്ട് നമ്മൾ ഈ ഒരു മാസത്തെ പീരിയഡ്സ് വെച്ചിട്ട് പിറ്റത്തെ മാസം കാൽക്കുലേറ്റ് ചെയ്തിട്ട് കാര്യമില്ല, എനിക്ക് പീരിയഡ്സ് അപ്പൊ ആയിട്ടുണ്ടോ. നോർമലി എല്ലാവർക്കും 14 ദിവസമൊക്കെ കഴിയുമ്പോ ഓവുലേഷൻ ആവും. പക്ഷെ എനിക്ക് ഈ PCOD ഉള്ള കാരണം കൊണ്ട് ആ സമയത്ത് ഓവുലേഷൻ ആവാതെ ലേറ്റ് ആയിട്ടാണ് ഓവുലേഷൻ അയക്കുന്നത്. അപ്പൊ പീരിയഡ്സ് ആവുന്ന ഡേറ്റും നീണ്ടുപോകും. അതാണ് കാര്യം. അല്ലാതെ ഈ PCOD ഉള്ള കാരണം കൊണ്ട് എനിക്ക് പ്രഗ്നന്റ് ആവില്ല എന്നല്ല. മനല്ലേ, മുന്നേ കാണിച്ച ഒറ്റ ഡോക്ടർമാര് എനിക്ക് PCOD ആണെന്ന് പറഞ്ഞിട്ടില്ല, പക്ഷെ എനിക്ക് നോർമലി പ്രഗ്നന്റ് ആവാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ PCOD ഉള്ളതുകൊണ്ട് ആർക്കും പ്രഗ്നന്റ് ആവാൻ പറ്റില്ല എന്നൊന്നുമില്ല. ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ, നമ്മള് നമ്മുടെ ലൈഫ് സ്റ്റൈലിലും നമ്മുടെ ഈ ഫുഡ് റൂട്ടീനിലൊക്കെ ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ ഈ PCOD ഉള്ളപ്പോ തന്നെ പ്രഗ്നന്റ് ആവാനും പറ്റും. അതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് ഞാൻ. പിന്നെ ഈ PCOD എന്ന് പറഞ്ഞത് വലിയ മാറാരോഗം അല്ല എന്നുള്ളത് എനിക്ക് അപ്പൊ മനസ്സിലായി. ഇപ്പൊ ഒട്ടുമിക്ക പെണ്ണുങ്ങൾക്കുണ്ട് ഈ PCOD PCOS. അത് കാരണം കൊണ്ട് ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാരെ എനിക്കറിയാം. അത് ഓരോരുത്തർക്കും ഓരോ തരത്തിലായിരിക്കും, ഓരോരുത്തരുടെ ലൈഫ് സ്റ്റൈലിന്റെയും ബോഡിയുടെയും വ്യത്യാസം കൊണ്ട് വരുന്നതായിരിക്കാം. അതിനെപ്പറ്റി എനിക്ക് ആധികാരികമായിട്ടൊന്നും അറിയില്ല. ഞാൻ എന്റെ അറിവിൽ പറഞ്ഞതാണ്. എനിക്ക് PCOD ഉള്ളപ്പോ തന്നെയാണ് ഞാൻ പ്രഗ്നന്റ് ആയത്. ആ സമയത്തും ഞാൻ ഇതേപോലെ വെയിറ്റ് വെച്ചിരുന്നു. വണ്ണം വെക്കല, വെയിറ്റ് കൂടിയിരുന്നു, വയറ് ചാടിയിരുന്നു. അതിന്നും ഞാൻ ഇതുപോലെ വർക്കൗട്ടും ഡയറ്റും ഒക്കെ ചെയ്തിട്ടാണ് വെയിറ്റ് ലോസ് ചെയ്തിട്ട് ഞാന് ഫസ്റ്റ് പ്രഗ്നന്റ് ആയി നിന്നിട്ട് അറിഞ്ഞിട്ട് ഫസ്റ്റ് ചെക്കപ്പിന് പോയപ്പോ ചെക്ക് ചെയ്തപ്പോ ഞാൻ 47 കിലോനായിരുന്നു. 55 കിലോനുണ്ടായിരുന്നു ഞാൻ. ഈ ഫുഡ് റൂട്ടീനും ഈ വർക്കൗട്ട്, അന്ന് വലിയ വർക്കൗട്ട് ഒന്നുമില്ല, ജമ്പിങ് ജാക്സ് അങ്ങനത്തെ ഒന്നുമില്ല, വളരെ ലൈറ്റ് ആയിട്ടുള്ള ചെയ്തിട്ട് ഞാൻ എന്റെ വെയിറ്റ് കുറച്ച് 47 കിലോയിലേക്ക് എത്തി ഞാൻ പ്രഗ്നന്റ് ആണെന്ന് അറിയുമ്പോ. അവിടെ നിന്നാണ് പിന്നെ ഞാൻ ഫസ്റ്റ് പ്രഗ്നന്റ് ആയി. അതിന്റെ വെയിറ്റും ഈ പറഞ്ഞ പോലെ ലാസ്റ്റ് ഒക്കെ ആവുമ്പോ 74 അപ്പുറമായിട്ടുണ്ടോ ഫസ്റ്റ് പ്രഗ്നൻസിയിൽ വേണമെങ്കിൽ വണ്ണായിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ഡെലിവറി കഴിഞ്ഞപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് നീരൊക്കെ വന്ന് ഡെലിവറി കഴിഞ്ഞപ്പോ 74 മറികടന്നു പോയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നും ഞാൻ ഈ പറഞ്ഞ പോലെ ഇതുപോലെ വർക്കൗട്ടും ഡയറ്റും ഒക്കെ ചെയ്തിട്ടാണ് ഞാൻ എന്റെ നോർമൽ വെയിറ്റിലേക്ക് എത്തിയത്. പിന്നീട് വീണ്ടും സെക്കൻഡ് പ്രഗ്നന്റ് ആയപ്പോ വീണ്ടും ഇതേപോലെ. സെക്കൻഡ് പ്രഗ്നൻസിയിൽ എനിക്ക് പറയുമ്പോ ട്രീറ്റ്മെന്റ് ഒന്നും ചെയ്താവാത്തോണ്ടായിരിക്കാം. പിന്നെ പ്രഗ്നൻസിയിൽ അങ്ങനെ ഫസ്റ്റത്തേൽ അബോർഷൻ ആവാതിരിക്കാനുള്ള മരുന്ന്, പിന്നെ ഈ ഹോമിയോ ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോ അതിന്റെ മരുന്ന് 9 മാസം വരെ ഒക്കെ കഴിച്ച് കുറെ മരുന്നുകൾ കഴിച്ചിട്ടുണ്ട്. സെക്കൻഡ് പ്രഗ്നൻസിയിൽ എന്ന് വെച്ചാൽ നമുക്ക് നോർമലി ആയതാ, ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് മരുന്ന് കഴിച്ചിട്ടൊന്നും ആയതല്ല. അപ്പൊ അധികം അങ്ങനത്തെ ഹോർമോൺ ഗുളികകളൊന്നും കഴിക്കാത്തതുകൊണ്ടായിരിക്കും എനിക്ക് ഡെലിവറിക്ക് പോകുന്നവരെ അത്ര വലിയ വെയിറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. അതായത് വണ്ണം അങ്ങനെ തോന്നുന്നില്ല, നല്ല വയറുണ്ടായിരുന്നു, വെയിറ്റ് വെക്കുണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, സെക്കൻഡ് പ്രഗ്നൻസി കഴിഞ്ഞതും വെയിറ്റ് ഇങ്ങനെ എന്റെ കൺട്രോളിൽ പോലല്ല. എനിക്ക് ഇങ്ങനെ ഫുഡ് കുറയ്ക്കാൻ നോക്കിയാലും പറ്റുന്നില്ല, ഫുഡ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, വെയിറ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഒരുമാതിരി വെയിറ്റ് വെച്ച് ഇങ്ങനെ കേറി പോയിരുന്നു. ആ വെയിറ്റും ഞാൻ ഇതേപോലെ ഡയറ്റും വർക്കൗട്ടും ചെയ്ത് കുറച്ചിട്ടാണ് ഇപ്പൊ ഈ വെയിറ്റ് വരെ എത്തിയത്. അപ്പൊ നമ്മളെ കൊണ്ട് പറ്റും, വേണമെന്ന് വിചാരിച്ച് നമ്മളെ കൊണ്ട് പറ്റും. PCODയോ വേറെ ഹെൽത്ത് ഇഷ്യൂസ് എനിക്കറിയില്ല, അങ്ങനെയുള്ളവര് ഇതേപോലൊക്കെ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പണി കിട്ടും. അപ്പൊ അത് ഞാൻ പ്രത്യേകം പറയുന്നുണ്ട്. ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവരൊക്കെ ഡോക്ടറിനെ കണ്ടതിന് ശേഷം മാത്രം ഫുഡ് റൂട്ടീനിലായാലും വർക്കൗട്ട് ആയാലും ഒക്കെ പ്ലാൻ ചെയ്യാം. അല്ലാതെ നോർമലി ഉള്ള ആൾക്കാർക്കൊക്കെ ചിലപ്പോ അവര് വിചാരിക്കുന്ന പോലെ ഫുഡൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നോർമൽ വെയിറ്റിൽ എത്താൻ പറ്റും.
എപ്പോഴും വെയിറ്റ് ലോസും ഡയറ്റൊക്കെ ചെയ്യുമ്പോൾ ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ട് ചെയ്യേണ്ടതാണ് നല്ലത്. എനിക്ക് എന്റെ മടി കാരണം കൊണ്ട് ഞാൻ പോയി കാണാഞ്ഞതാ. പിന്നെ അങ്ങനെ കണ്ടിട്ട് ഫുഡ് കൺട്രോൾ ചെയ്യരുത്, വെയിറ്റ് ലോസ് ഇപ്പൊ ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഡോക്ടർ പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞിട്ട് ചെയ്യാണ്ടിരിക്കുമെന്ന് പേടിച്ചിട്ടാണ് ഞാൻ പോയി കാണാഞ്ഞത്. പിന്നെ അപ്പൊ എന്റെ വെയിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എപ്പോഴും സ്ഥിരമല്ല. എനിക്ക് പല പല വെയിറ്റിലേക്ക് വീണ്ടും കുറഞ്ഞ് വീണ്ടും വെയിറ്റ് കൂടി വീണ്ടും വെയിറ്റ് കുറഞ്ഞ് വീണ്ടും അങ്ങനെ അങ്ങനെ പോയിരുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് ഓരോ ടൈമിലും ഓരോ വെയിറ്റ് ആണ്. ഇപ്പോഴാണ് ഞാൻ എന്റെ നോർമൽ വെയിറ്റിലേക്ക് എത്തിയത്. ഇപ്പൊ ഇനി ഈ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് പോകണം എന്നാണ് എന്റെ ആഗ്രഹം. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഷുഗർ കട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ കണ്ടിന്യൂ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഈ 2-3 ദിവസമൊക്കെ എനിക്ക് തലവേദന പോലെ തോന്നിയിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ചായ കുടിക്കാനുള്ള ഒരു ടെൻഡൻസി കാരണം കൊണ്ട് തലവേദന പോലെ തോന്നിയിരുന്നു. എനർജി ഇല്ലാത്ത പോലെ എപ്പോഴും ഉറക്കം വരുന്ന പോലെയൊക്കെ എനിക്ക് ഈ ടൈമൊക്കെ ആകുമ്പോഴേക്കും ഉറക്കം തൂങ്ങി തുടങ്ങും ഞാൻ. അതായത് ഒരു 12 മണി 12:30 ആകുമ്പോ ഭയങ്കരമായിട്ട് ഉറക്കം വരും. ഉച്ചയ്ക്ക് കിടന്നേ പറ്റൂ എന്നൊക്കെയാണ്. അപ്പൊ 2 ദിവസം ഞാൻ ഉച്ചയ്ക്ക് ഒന്ന് കിടന്നു. ഇപ്പൊ ഇന്നലെ തൊട്ട് ഞാൻ ഓക്കെയാണ്. എനിക്ക് അങ്ങനെ പ്രശ്നമില്ല. മധുരം കഴിക്കാനുള്ള തോന്നൽ മാറി, ക്ഷീണം തോന്നൽ മാറി, ഭയങ്കര എനർജറ്റിക് ആയിട്ട് ഇത് തൊട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ വെയിറ്റ് ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വെയിറ്റ് കുറയ്ക്കുന്ന ആഗ്രഹമാണ്, നല്ലൊരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ നമ്മുടേതായ രീതിയിൽ ഫുഡ് കൺട്രോൾ ചെയ്തിട്ട് വർക്കൗട്ട് ഒക്കെ ചെയ്തിട്ട് ആർക്ക് വേണമെങ്കിലും കുറയ്ക്കാവുന്നതുള്ളൂ കേട്ടോ. അപ്പൊ ഇത്രയ്ക്കുള്ള ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ ബൈ ബൈ, സീ യു.